Hi dears, welcome back to our channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദീപാവലിയൊക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു മിൽക്ക് ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2.5 കപ്പ് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ള നമ്മുടെ അമൂലിൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 3/4 കപ്പോളം പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി പൊടിക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല, അതും കൂടെ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പാലും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് കേട്ടോ, ചൂടാക്കിയിട്ടൊന്നുമില്ല. തിളപ്പിച്ചിട്ട് തണുത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമുക്ക് ഒരു വിസ്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങ് കലക്കിയെടുക്കണം. നല്ലതുപോലെ കലക്കിയെടുക്കണം. അതിൽ തരികളോ കട്ടകളോ ഒന്നും പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ. എന്നിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ദീപാവലി മിഠായി വാങ്ങിക്കാറില്ലേ ബേക്കറിയിൽ നിന്ന്, അപ്പോൾ അതിൽ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു ബർഫിയാണ് ഈ ഒരു മിൽക്ക് ബർഫി. അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തരികളോ ഒന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയിട്ടെടുക്കണം. എന്നിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു രീതി ആവില്ലേ, ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരു പാലും അതുപോലെ പാൽപ്പൊടിയും ഈ ഒരു പഞ്ചസാരയും കൂടിയൊക്കെ ഉള്ള ഈ ഒരു മിക്സ്. അപ്പോൾ അതുവരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കാതെ നിന്നാൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും, അതുപോലെ തന്നെ സൈഡിലൊക്കെ നന്നായിട്ട് ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ആ സൈഡിലൊക്കെ വരുന്നത് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഒരു നമ്മളെന്താ സ്പാച്ചിൽ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതുകൊണ്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ വടിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ വടിച്ചുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. നമുക്ക് നല്ല ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു രീതിയിൽ ആക്കിയെടുക്കുക. നമ്മൾ ഹലുവക്കൊക്കെ ചെയ്യില്ല അതേപോലെ തന്നെ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അധികം ഫ്ലെയിം ഒരിക്കലും ഇട്ട് പോകരുത്, അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി പോവുകയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ. ഇപ്പോൾ ഇതേപോലെ തിക്കായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് നെയ്യും പറ്റും കേട്ടോ. അപ്പോൾ അതങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ അധികം ഇങ്ങനെ പാനിൽ പിടിക്കാതാവും. എന്ന് വെച്ചാൽ ആ ഒരു നെയ്യിൻ്റെ ഇത് വരുമ്പോൾ തന്നെ അങ്ങനെ ഒട്ടിലൊക്കെ നിൽക്കും. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ടൈം ആവുന്ന ടൈമിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി നെയ്യ്. അതാണ് എപ്പോഴും നന്നാവുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു ഇതൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് നല്ല കട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈമും കൂടെ നമുക്കിതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറച്ചും കൂടി ഒരു ലൂസ് ഉണ്ട്, അതൊന്നും കൂടി ഇങ്ങനെ ഒന്ന് ടൈറ്റായി വരുന്ന ആ ഒരു രൂപത്തിൽ നമുക്കിങ്ങനെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോരുന്ന രീതിയിലാവട്ടെ. അതുവരെ നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒട്ടും ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല, നന്നായിട്ട് തിക്കായിട്ട് നമ്മളിത് അതേപോലെ ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് വേറെ ട്രേയിലോട്ട് മാറ്റിയെടുക്കണം. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലുള്ള ഏതെങ്കിലും ട്രേയിലോട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇതൊന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉറച്ച് വന്നാൽ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ അങ്ങ് ഷേപ്പാക്കി കൊടുക്കുക. നന്നായിട്ട് മുകളിലൊക്കെ പ്രസ് ചെയ്തിട്ട് ഒരു എല്ലാം നല്ല ഫിനിഷിങ്ങിലാക്കി കൊടുക്കുക കേട്ടോ, അതിൻ്റെ മുകൾ ഭാഗം. ഇപ്പോൾ മുകൾ ഭാഗം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടണമെന്നിട്ട് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് നട്ട്സ് ഇട്ടാലും കുഴപ്പമില്ല. ഇതേപോലെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിലിങ്ങനെ ഒട്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതൊക്കെ ചെയ്യണേ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് അടർത്തി കൊടുക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ലാതെ നമുക്കിങ്ങനെ ആ ഒരു ഷേപ്പ് തന്നെ അങ്ങനെ പോരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് അടർത്തി എടുത്താൽ മതി, അപ്പം തന്നെ പോന്നോളൂ. അപ്പോൾ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ദീപാവലിക്ക് സ്വീറ്റ്സ് വാങ്ങുമ്പോൾ ഇതേപോലെയുള്ള നമുക്ക് വാങ്ങിക്കാനും കിട്ടുക. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇതുപോലെ പീസാക്കിയിട്ട് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ട്രേയിലാണോ എഴുതുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ തിക്കൊക്കെ വരിക. അല്ലേ, അത്യാവശ്യം നല്ല തിക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേറെ കട്ടി കുറച്ചിട്ടാക്കി എടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഷേപ്പും കാര്യങ്ങളും കട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പം ദീപാവലിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ദീപാവലി സ്വീറ്റ്സൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. നമുക്ക് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മുടെ ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ആ ഒരു പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതിലൊക്കെ ഞാൻ ഇതിൻ്റെ 1 മിനിറ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.